നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് നേരെ പെട്രോൾ ബോംബെറിഞ്ഞ സംഭവം. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരം. പ്രതി നീരജിനായുള്ള അന്വേഷണം ആരംഭിച്ചതായി ഒറ്റപ്പാലം പോലീസ്. മണ്ണാർക്കാട് മൈലാമ്പാടത്ത് വീടിന് തീപിടിച്ചു. അഗ്നിരക്ഷാസേനയുടെ ഇടപെടലിലൂടെ ഒഴിവായത് വൻ ദുരന്തം. തീപിടുത്തത്തിൽ വീട്ടുപകരണങ്ങളും വീടിന്റെ മേൽക്കൂരയും കത്തി നശിച്ചു. കുമ്പളം പുഴയിൽ ഐസക്കിന്റെ വീടാണ് തീപിടിച്ചത്. മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകളായി മാറ്റുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പരിശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി. രാജ്യറാണി എക്സ്പ്രസ് ട്രെയിനിൽ കോച്ചുകൾ കൂട്ടിയും കുറച്ചും റെയിൽവേ. 2 സ്ലീപ്പർ കോച്ചുകൾ കുറച്ചപ്പോൾ 2 ജനറൽ കോച്ചുകൾ കൂട്ടി. 14 കോച്ചുകൾ മാത്രമുള്ള രാജ്യറാണിയിൽ കോച്ചുകൾ വർദ്ധിപ്പിച്ചില്ല. ചെർപ്പളശ്ശേരി ഹൈസ്കൂൾ റോഡിൽ ഗതാഗത നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക്. കേരള സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ ചെർപ്പളശ്ശേരി പോലീസിലും ഒറ്റപ്പാലം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലും പരാതി നൽകി. മണ്ണാർക്കാട് കുമരംപുത്തൂർ പഞ്ചായത്തിൽ കന്നുകാലികൾ കുമിൾ രോഗഭീഷണിയിൽ. രോഗവിവരം അറിയിച്ചിട്ടും അധികൃതർ എത്തിയില്ലെന്ന് കർഷകൻ. വിശദമായ വാർത്തകളിലേക്ക്. പാലക്കാട് ഒറ്റപ്പാലത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് നേരെ യുവാവ് പെട്രോൾ ബോംബെറിഞ്ഞു. ചുനങ്ങാട് വാണിവിലാസിനിയിൽ വീട് നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികൾക്ക് നേരെയാണ് അയൽവാസിയായ യുവാവിന്റെ അതിക്രമം. പ്രതി നീരജിനായി അന്വേഷണം ആരംഭിച്ചതായി ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു. ഇന്ന് പുലർച്ചെ 2:30 കെട്ടിട നിർമ്മാണ തൊഴിലാളികളായ കോഴിക്കോട് സ്വദേശി പ്രിയേഷ്, വിഷ്ണു എന്നിവർക്ക് നേരെ തൊട്ടടുത്ത വീട്ടിലെ നീരജ് പെട്രോൾ ബോംബ് എറിഞ്ഞത്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ഇവർ ഉൾപ്പെടെ 6 പേർ കിടന്നുറങ്ങുകയായിരുന്നു. വലിയ ശബ്ദം കേട്ട് ഓടിക്കൂടിയ വീട്ടുകാരും നാട്ടുകാരും ചേർന്നാണ് ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചത്. ചാടിക്കിടന്നതാണ് പുറത്തേക്ക്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 2-3 പേർക്ക് പൊള്ളലേറ്റി തീയായിരുന്നു. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. പ്രതി നീരജിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിലേക്ക് നയിച്ച സാഹചര്യം വ്യക്തമല്ല. മണ്ണാർക്കാട് മൈലാമ്പാടത്ത് വീടിന് തീപിടിച്ചു. അഗ്നിരക്ഷാസേനയുടെ ഇടപെടലിലൂടെ വൻ ദുരന്തം ഒഴിവായി. കുമ്പളം പുഴയിൽ ഐസക്കിന്റെ വീടിനാണ് തീപിടിച്ചത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് വീടിന്റെ അടുക്കള ഭാഗത്ത് നിന്ന് തീ പടർന്നത്. അടുക്കള ഭാഗത്ത് റബ്ബർ ഉണക്കുന്നതിന് വേണ്ടി റബ്ബർ ഷീറ്റും വിരിച്ചിട്ടിരുന്നു. സംഭവ സമയത്ത് വീട്ടുടമയായ ഐസക്കും ഭാര്യ അന്നക്കുട്ടിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അടുക്കളയിലെ വിറകടുപ്പിൽ പാകം ചെയ്യാനായി അരി അടുപ്പിൽ വെച്ച് തീ കത്തിച്ചതിനു ശേഷം അന്നക്കുട്ടി തുണി അലക്കാനായി പുറത്തേക്ക് പോയിരുന്നു. ഐസക്ക് റബ്ബർ വെട്ടുന്നതിനായി തോട്ടത്തിലുമായിരുന്നു. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട അയൽക്കാർ ബഹളം വെച്ചതോടെയാണ് തുണി അലക്കുന്ന അന്നക്കുട്ടി വിവരമറിഞ്ഞത്. ഓടിയെത്തിയ സമീപത്ത് താമസിക്കുന്ന മകളും അയൽക്കാരും വെള്ളമൊഴിച്ചെങ്കിലും തീ ആളിപ്പടരുകയായിരുന്നു. ഓടിട്ട വീടിന്റെ മേൽക്കൂര നിമിഷങ്ങൾക്കകം കത്തി നശിച്ചു. 2 മുറികളിലായി ഉണ്ടായിരുന്ന വീട്ടുപകരണങ്ങളും കത്തിച്ചാമ്പലായി. അഗ്നിരക്ഷാസേന എത്തുമ്പോൾ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് ഗ്യാസ് ചോർച്ച തുടങ്ങിയിരുന്നു. സേനയുടെ സമയോചിത ഇടപെടലിലൂടെ സിലിണ്ടർ പൊട്ടിത്തെറി ഒഴിവായി. വയറിംഗ് വീട്ടുപകരണങ്ങളും നഷ്ടമായതായി ഐസക് പറഞ്ഞു. ഞാൻ രാവിലെ വട്ടം പോയി ഓടോട്ടുണ്ടാവും. നമ്മൾ കഞ്ഞിക്ക് തീ കത്തിച്ചിട്ട് നേരെ തുണി കഴുകാനോട് പോയി. ഈ അടുപ്പിനും തീ ഷീറ്റിലേക്ക് പടരണ്ടായിരുന്നു. അപ്പോൾ തീ കത്തുന്ന അയൽക്കാരൊക്കെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് നമ്മൾ ഓടി വന്ന് കൊണ്ടിയാണ്. 2-3 റൂമോളം പൈപ്പുകൾ നഷ്ടപ്പെട്ടു. അതിന് തുണികൾ, കട്ടില്, അതുപോലെ തന്നെ കസേര, അലമാരകൾ നഷ്ടപ്പെട്ട അരി അടക്കം 3 ലക്ഷമെങ്കിലും 1 ലക്ഷം കൂടെ വരും. ഫോഴ്സ് വരാൻ കുറച്ച് വൈകുന്നതാണ് നാട്ടുകാർ പറഞ്ഞത്. ഞാനിപ്പോൾ എത്തിയല്ലോ. ഫോഴ്സ് വന്നപ്പോഴേക്കും നാട്ടുകാർ തന്നെ കുറേ കൂടി പരമാവധി എടുക്കാൻ നോക്കും. എപ്പോഴും വന്നിരുന്നു ലാസ്റ്റ്. മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ സുൽഫീസ് ഇബ്രാഹിം,
സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷിൻഡോ മോൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി സുരേഷ് കുമാർ, കെ വി സുജിത്ത്, ടിജോ തോമസ്, അനിൽകുമാർ, മുരളീധരൻ എന്നിവർ അടങ്ങിയ സംഘമാണ് തീയണച്ചത്. മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകളായി മാറ്റുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞു. പെരിന്തൽമണ്ണ ഏലംകുളത്ത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും കൂടുതൽ സൗകര്യമുള്ള സൂപ്പർ മാർക്കറ്റുകളാക്കി മാറ്റുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞു. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പരിശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 113ാമത്തെ വിൽപ്പനശാലയാണ് ഏലംകുളത്ത് ഉദ്ഘാടനം ചെയ്യുന്നതെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. മാവേലി സ്റ്റോറിൻ്റെ പരിമിതി നിങ്ങൾക്കെല്ലാം അറിയാം. ആ പരിമിതി മാറ്റി കൂടുതൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന തരത്തിലേക്കുള്ള സൂപ്പർ സ്റ്റോറാക്കി മാറ്റണമെന്നാണ് ഈ 50ാം വർഷം. ഇപ്പോൾ തുടങ്ങിയിട്ട് 50 വർഷമാണ്. സപ്ലൈകോ ആരംഭിച്ചിട്ട് 50 വർഷം. ഈ 50ാം വർഷത്തിൽ ഗവൺമെൻറ്റും മാനേജ്മെൻറ്റും തീരുമാനിച്ചു. മാവേലി സ്റ്റോറിൻ്റെ പരിമിതികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇതുപോലെ ഇതിനേക്കാളും മനോഹരമായി നല്ല സൗകര്യത്തോടു കൂടിയ സൂപ്പർ മാർക്കറ്റുകളാണ് കേരളത്തിലൊട്ടാകെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ സബ്സിഡി ഉൽപ്പന്നങ്ങളായിട്ടുള്ള 13 ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, എല്ലാ ഉൽപ്പന്നങ്ങളിലും വിലക്കുറവ് നിങ്ങൾക്ക് കാണാൻ കഴിയും. സാമ്പത്തിക പ്രയാസങ്ങളുണ്ടെങ്കിലും ഒരു ഷോപ്പ് പോലും പൂട്ടുകയോ തൊഴിലാളികളെ പിരിച്ചുവിടുകയോ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. സബ്സിഡി നിരക്കിൽ ഉൾപ്പെടെ 30 ലക്ഷം മുതൽ 40 ലക്ഷം വരെ ആളുകൾ പ്രതിമാസം സപ്ലൈകോ ഷോപ്പുകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട്. റേഷൻ കടയിൽ 83 ലക്ഷം കുടുംബങ്ങളാണ് പ്രതിമാസം റേഷൻ വാങ്ങുന്നത്. വലിയ വിലവർധനയിലേക്ക് സംസ്ഥാനം പോകാത്തത് സർക്കാരിന്റെ ഇത്തരം ഇടപെടൽ കൊണ്ടാണെന്നും കേരളത്തിന് പുറത്ത് ഒരു സർക്കാരും വിലകയറ്റം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇത്രയും ശക്തമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. നജീബ് കാന്തപുരം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സുധീർ ബാബു ആദ്യ വിൽപ്പന നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അനിത പള്ളത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ N. വാസുദേവൻ, നാലകത്ത് ഷൗക്കത്ത്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ NP ഉണ്ണികൃഷ്ണൻ, MR മനോജ്, പഞ്ചായത്ത് അംഗം സമദ് താമരശ്ശേരി തുടങ്ങിയവരും P. ഗോവിന്ദപ്രസാദ്, MA അജയ്കുമാർ, സപ്ലൈകോ റീജിയണൽ മാനേജർ TJ ആശ, ജില്ലാ സപ്ലൈ ഓഫീസർ K. ജോസി ജോസഫ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. ജനറൽ കോച്ചുകൾ കൂട്ടിയും സ്ലീപ്പർ കോച്ചുകൾ കുറച്ചും രാജ്യറാണി എക്സ്പ്രസ്. 2 ജനറൽ കോച്ചുകൾ കൂട്ടിയപ്പോൾ 2 സ്ലീപ്പർ കോച്ചുകൾ കുറച്ചു. എന്നാൽ അധിക കോച്ചുകൾ അനുവദിച്ചതുമില്ല. ഈ മാസം 19 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്തെത്താൻ മലപ്പുറം ജില്ലയിലെ ട്രെയിൻ യാത്രക്കാർ കൂടുതൽ ആശ്രയിക്കുന്ന ട്രെയിനാണിത്. 14 കോച്ചുകൾ മാത്രമുള്ള നിലമ്പൂർ കൊച്ചുവേളി രാജ്യറാണി എക്സ്പ്രസ് ട്രെയിനിൽ ജനറൽ കോച്ചുകളുടെയും സ്ലീപ്പർ കോച്ചുകളുടെയും എണ്ണം വർദ്ധിപ്പിക്കണമെന്നത് യാത്രക്കാരുടെ നിരന്തരം ആവശ്യമാണ്. ഇതിനിടെയാണ് സ്ലീപ്പർ കോച്ചുകൾ കുറയ്ക്കാനും ജനറൽ കോച്ചുകൾ കൂട്ടാനും റെയിൽവേ തീരുമാനിച്ചിട്ടുള്ളത്. 2 ജനറൽ കോച്ചുകൾ കൂട്ടിയപ്പോൾ 2 സ്ലീപ്പർ കോച്ചുകൾ കുറച്ചു. ഫലത്തിൽ 1 കോച്ചുകളുടെ എണ്ണം കൂട്ടിയില്ലെന്ന് സാരം. ജനറൽ കോച്ചുകളിൽ തിങ്ങി നിറഞ്ഞാണ് പലപ്പോഴും ആളുകളുടെ യാത്ര. 2 ജനറൽ കോച്ചുകൾ മാത്രം കൂട്ടിയത് ആളുകൾക്ക് ആശ്വാസമാകില്ല. രാജ്യറാണിയുടെ മിക്ക സർവീസുകളിലും യാത്രക്കാരുടെ വൻ തിരക്കാണ്. ടിക്കറ്റ് റിസർവ് ചെയ്യാൻ നോക്കിയാൽ പോലും സ്ലീപ്പർ കോച്ചുകളിൽ ബർത്ത് കിട്ടുമെന്ന് ഉറപ്പില്ല. പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടാവും. ഈ സാഹചര്യം ഉള്ളപ്പോഴാണ് സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം കുറച്ചത്. അതേസമയം നിലമ്പൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഏക എക്സ്പ്രസ് ട്രെയിനായ രാജ്യറാണിയിൽ യാത്ര ചെയ്യുന്നവരിൽ വലിയൊരു ഭാഗം RCCയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ചികിത്സാ ആവശ്യങ്ങൾക്കായി പോകുന്നവരാണ്. രാത്രി സമയത്താണ് ഈ ട്രെയിൻ സർവീസ്. ഇതിനാൽ സ്ലീപ്പർ കോച്ചുകളാണ് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമാവുക. പകൽ സമയത്ത് ഓടുന്ന ട്രെയിൻ ആയിരുന്നെങ്കിൽ കോച്ചുകൾ മാറ്റുന്ന കാര്യത്തിൽ വലിയ പരാതികൾ ഉണ്ടാകുമായിരുന്നില്ല. നിലവിൽ 8 സ്ലീപ്പർ കോച്ചുകളാണ് ഉണ്ടായിരുന്നത്. ഇതാണ് 6ആയി കുറച്ചിരിക്കുന്നത്. പുതിയ മാറ്റത്തിൽ 150ഓളം സ്ലീപ്പർ ബർത്തുകളുടെ കുറവും വരും. ഷൊർണൂർ നിലമ്പൂർ പാതയിലെ സ്റ്റേഷനുകളിൽ 18 കോച്ചുകളുള്ള ട്രെയിനുകൾ നിർത്തിയിടാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ കോച്ചുകൾ കൂട്ടുന്ന കാര്യത്തിൽ റെയിൽവേ തീരുമാനം എടുത്തില്ല. സ്ലീപ്പർ കോച്ചുകൾ വെട്ടിക്കുറച്ചത് മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ യാത്രക്കാരെ കൂടുതലായി ബാധിക്കും. അടുത്ത 19 മുതൽ പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയുന്നത്.
ചെർപ്പശ്ശേരി ഹൈസ്കൂൾ റോഡിൽ ഗതാഗത നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക്. വിഷയവുമായി ബന്ധപ്പെട്ട് കേരള സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ ചെർപ്പശ്ശേരി പോലീസിലും ഒറ്റപ്പാലം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലും പരാതി നൽകി. ചെർപ്പുളശ്ശേരി ഹൈസ്കൂൾ റോഡിൽ ഗതാഗത നിയന്ത്രണം വേണമെന്നത് കാലങ്ങളായി ഉയരുന്ന ആവശ്യമാണ്. സ്കൂൾ സമയങ്ങളിൽ അമിത വേഗതയിൽ എത്തുന്ന വാഹനങ്ങൾ ഈ വഴിയിൽ വിദ്യാർത്ഥികൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഈ റോഡിലൂടെ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടെങ്കിലും ഇതെല്ലാം കാറ്റിൽ പറത്തി ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴി ചീറിപ്പായുകയാണ്. ഈ വിഷയം ചൂണ്ടിക്കാട്ടി മലബാർ സിറ്റി ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഹൈസ്കൂൾ റോഡിൽ ഗതാഗത നിയന്ത്രണം ആവശ്യപ്പെട്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കേരള സ്റ്റുഡൻസ് യൂണിയനും രംഗത്തെത്തിയിരിക്കുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട് KSU പ്രതിനിധികൾ ചെർപ്പുളശ്ശേരി പോലീസിലും ഒറ്റപ്പാലം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലും പരാതി നൽകി. എത്രയും പെട്ടെന്ന് ഹൈസ്കൂൾ റോഡിൽ ഗതാഗത നിയന്ത്രണത്തിനായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് കോൺഗ്രസ് KSU നേതാക്കൾ പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും സംഭവിച്ചിട്ട് പ്രതിഷേധിച്ചിട്ടോ പ്രതികരിച്ചിട്ടോ കാര്യമല്ല. ഇത് നമ്മുടെ കുട്ടികളുടെ ജീവൻ അപകട ഭീഷണിയായിട്ടാണ് അവിടെ നടന്നു പോകുന്നത്. ഈ വിഷ്വല് കണ്ടാൽ നിങ്ങൾക്കറിയാം. വൈകുന്നേര സമയത്തും രാവിലെ സമയത്തൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് ഈ പ്രദേശം ചെറിയൊരു റോഡ്, ആ റോഡിലൂടെ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ വാഹനങ്ങൾ പോകുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഭയം തോന്നാറുണ്ട്. ഇവിടുത്തെ PTA ഉൾപ്പെടെയുള്ളവർ പോലീസ് ഉദ്യോഗസ്ഥരോട് പരാതി അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവിടുത്തെ സ്കൂൾ അധികൃതരും പറഞ്ഞു. പക്ഷേ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. സ്കൂൾ വിടുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ കുട്ടികളെ വിടുന്നതും വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതൊക്കെ. ചെറുപ്പുളശ്ശേരിയിൽ അത് കാണാനില്ല. എന്താ അതിൻ്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ ചെറുപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥരില്ല ഡ്യൂട്ടിക്ക് വെക്കാനെന്നാണ്. ഇവിടെ ജനങ്ങളുടെ ക്രമസമാധാനവും ജനങ്ങളുടെ സംരക്ഷണവും ഉറപ്പുവരുത്തേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ അതിൽ അനാസ്ഥ കാണിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പറയുന്നത് പോലെയല്ല. ഞങ്ങൾ KSU ഭാരവാഹികൾ യാസിറും ആഷിഖും ഉൾപ്പെടെയുള്ളവർ പോലീസിനെ നേരിട്ട് കണ്ട് പരാതി കൊടുത്തു. അപ്പോൾ ഇതിനൊരു തീരുമാനമില്ലെങ്കിൽ, ഇതിനൊരു നടപടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് KSU യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ കിടക്കും. ഈ പരാതി ഞങ്ങൾ ഇന്ന് രാവിലെ കൊടുത്തതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾ ചെർപ്പശ്ശേരി പോലീസിനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 5 ദിവസം ഞങ്ങൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യും നിയമം നടക്കുന്നുണ്ടോയെന്ന്. അല്ലാത്ത പക്ഷം കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ സമരമുറകൾ എന്തെന്ന് ചെർപ്പശ്ശേരി നഗരസഭയും പോലീസും കാണും. അതിനെ അടിച്ചമർത്താനോ ചവിട്ടി താത്താനോ ഇവിടുത്തെ നഗരസഭയെ ചെർപ്പശ്ശേരി പോലീസ് ശ്രമിച്ചു കഴിഞ്ഞാൽ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പവർ എന്താണെന്നും ചെർപ്പശ്ശേരി അത് കൃത്യമായിട്ട് കാണുന്നുള്ള ഉറപ്പറിയിട്ടുണ്ട്. പിന്നെ ഒറ്റപ്പാലം MVDക്കും കേസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഒന്നല്ല, കഴിഞ്ഞ ആഴ്ച ഒരു ഗ്രാൻഡ് ഫാദറും അദ്ദേഹത്തിന് പേരക്കുട്ടി എടുക്കാൻ വന്നിട്ട് ഇവിടുന്ന് വണ്ടി തട്ടിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊന്നും നമ്മൾ അറിയണില്ല എന്ന പോലെ വിചാരം. കൃത്യമായിട്ട് ചെർപ്പശ്ശേരിത്തെ ഓരോ കൃത്യമായ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. ഇതിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ഉറപ്പ് പറഞ്ഞുതരാം, കേരള വിദ്യാർത്ഥി യൂണിയൻ എന്താണെന്നും അതിൻ്റെ സമരമുറകൾ എന്താണെന്നും ചെർപ്പശ്ശേരിയും അതേപോലെ നഗരസഭയും പോലീസും കാണുമെന്നുള്ള കൃത്യമായുള്ള ഉറപ്പ് ഞങ്ങൾ തരാം. മണാർക്കാട് കുമരംപുത്തൂർ പഞ്ചായത്തിൽ കന്നുകാലികൾ കുമിൾ രോഗഭീഷണിയിൽ. രോഗവിവരം അറിയിച്ചിട്ടും അധികൃതർ എത്തിയില്ലെന്ന് കർഷകർ. പുല്ലൂനിയിലെ കുറുമ്പന്റെ കാളയ്ക്കാണ് കുമിൾ രോഗലക്ഷണം കണ്ടെത്തിയത്. ഇക്കാര്യം വെറ്റിനറി അധികൃതരെ അറിയിച്ചെങ്കിലും ശനിയും ഞായറും ഡോക്ടർ ഇല്ലാത്തതിനാൽ ചികിത്സ ലഭിച്ചില്ലെന്ന് കുറുമ്പൻ പറഞ്ഞു. പട്ടികവർഗ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കന്നുകാലി വളർത്തലിന്റെ ഭാഗമായാണ് കുറുമ്പന് കാളയെ നൽകിയിരുന്നത്. ഭക്ഷണം കഴിക്കാതിരിക്കുക, കിടപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളാണ് ആദ്യം കാണിച്ചതെന്ന് കുറുമ്പൻ പറഞ്ഞു. ഈ നമ്മൾ രോഗം മരികളുടെ രോഗമാണ് എൻ്റെ മൂരിക്കെട്ടിട്ടുള്ളത്. അത് ഭക്ഷണം കഴിക്കണില്ല, ഓരോ രോഗം ഇങ്ങനെ കൊള്ളം കുത്തണവർക്ക്. ഡോക്ടറെ വിളിച്ചില്ലേ? അപ്പോൾ ഡോക്ടറെ വിളിച്ച ഒരു ലീവാണ്. ഈ ഡോക്ടറെ വിളിച്ചത് അവിടെ നിന്ന് ഒരു ശീലത്ത് വന്നു. ഇപ്പോൾ ഭക്ഷണം കഴിക്കില്ല, മൂക്കുട്ടി വെള്ളം അടിക്കണം. പഞ്ചായത്തും കിട്ടിയത് കഴിഞ്ഞാൽ ഇതേ കാലത്ത് എൻ്റെ ഏട്ടൻ മരിച്ചത് മുന്നേ, ഏട്ടൊന്നും മരിച്ചില്ല, ഈ കാലത്ത് കിട്ടി എണീക്കൂല. അതിൻ്റെ അസൂര്യം മാറ്റാൻ ഡോക്ടർമാരെ കണ്ടു. ഡോക്ടർമാർക്ക് ഒഴിവില്ല. ഈ കിടപ്പിൽ കഴിഞ്ഞു നമ്മൾ മനസ്സന്മാരില്ല. 10 ദിവസമായി. മറ്റു കാലികളിലേക്ക് രോഗം പടരാതിരിക്കാനുള്ള നടപടി വേണമെന്നുമാണ് കർഷകരുടെ ആവശ്യം.
ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ നൽകണമെന്ന് ഫോറം ഓഫ് റീസെന്റ്ലി റിട്ടയർഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് ഈ മാസം 16-ന് രാവിലെ 10 മണിക്ക് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2023 മാർച്ച് 31 മുതൽ വിരമിച്ചവരുടെ 2019 ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഇതുവരെ നൽകിയിട്ടില്ല. 30,000-ലധികം ജീവനക്കാർക്കാണ് കുടിശ്ശിക കിട്ടാനുള്ളത്. 5 വർഷത്തിനിടെ 1 ലക്ഷത്തോളം ജീവനക്കാർ ശമ്പള പരിഷ്കരണ കുടിശ്ശിക കിട്ടാതെ മരിച്ചു. അതേസമയം ചില വകുപ്പുകളിലെ ജീവനക്കാർക്ക് കുടിശ്ശിക നൽകുകയും ചെയ്തു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെല്ലാം നിവേദനം നൽകിയെങ്കിലും പരിഹാരമുണ്ടാവാത്ത സാഹചര്യത്തിലാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. തുടർന്ന് പരിഹാരം കണ്ടില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇപ്പോൾ നിലവിൽ പറയുകയാണെങ്കിൽ പെൻഷൻ പറ്റിയ ആൾക്കാർക്ക് മുഴുവൻ തുകയും കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും 4 ഗഡും കൊടുക്കാതെ ഇത്ര കാലം പ്രവർത്തിച്ച് വിരമിക്കുമ്പോൾ ഈ ശമ്പള പരിഷ്കരണ കുടിശ്ശിക കിട്ടാതെ ഒരുപാട് ആൾക്കാർ പുറത്തു പോകേണ്ടി വന്നു. അതിൽ വളരെ സങ്കടപരമായ ഒരു കാര്യം, കുറേ ജീവനക്കാർ മരിച്ചുപോയി. ഇത് കിട്ടാതെ വാങ്ങാതെ മരിച്ചുപോയി. അവസാനം സർക്കാരിൻ്റെ കേസും കൂട്ടൊക്കെ വന്നപ്പോൾ സർക്കാർ പറഞ്ഞു മരിച്ചവരുടെ കുടുംബത്തിന് കൊടുക്കാം. ആ ഒരു വിരോധാഭാസം നോക്കണം. 2022 വരെ വിരമിച്ചവർക്ക് കൊടുത്തു. കുറച്ച് പേർക്ക് 2023-24 ആർക്കും കൊടുത്തിട്ടില്ല. നേതാക്കളായ NV ജാഫർ, അബ്ദുറഹ്മാൻ, PC സിദ്ദീഖ്, വിജയകുമാർ, ഹംസ അൻസാരി, KR ലതകുമാരി, VK മാത്യു, AP റജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ചെർപ്പളശ്ശേരിയിൽ വില്ലേജ് ഓഫീസർ അവധിയിലായിട്ട് 3 മാസം പിന്നിടുന്നു. പകരം നെല്ലായിലെ വില്ലേജ് ഓഫീസർക്ക് ചുമതല ഏൽപ്പിച്ചെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ് വില്ലേജിലെത്തുന്ന ജനങ്ങൾ നേരിടുന്നത്. ചെർപ്പളശ്ശേരി വില്ലേജ് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ നിരാശയായി മടങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വില്ലേജ് ഓഫീസർ 3 മാസത്തിൽ അധികമായി അവധിയിലിരിക്കെ പുതിയ വില്ലേജ് ഓഫീസർ നിയമിക്കാത്തതാണ് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനത്തെ അവതാളത്തിലാക്കുന്നത്. നിലവിൽ നെല്ലായിലെ വില്ലേജ് ഓഫീസർക്കാണ് ചെർപ്പളശ്ശേരി വില്ലേജ് ഓഫീസിന്റെയും കൂടിയും ചാർജ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ താരതമ്യേന വലിയ പരിധിയുള്ള നെല്ലായ വില്ലേജിന്റെ ഉത്തരവാദിത്തത്തോടൊപ്പം ചെർപ്പളശ്ശേരിയുടെ മേൽനോട്ടം കൂടി നിർവഹിക്കാൻ വില്ലേജ് ഓഫീസർക്കും പരിമിതികൾ ഏറെയാണ്. ഇതോടുകൂടി വില്ലേജ് ഓഫീസിൽ എത്തുന്നവർ കാര്യങ്ങൾ പൂർത്തിയാകാതെ മടങ്ങേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. പൊതുജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്ന തൽസ്ഥിതി തുടരാൻ പാടില്ലെന്നും എത്രയും പെട്ടെന്ന് പുതിയ വില്ലേജ് ഓഫീസറെ നിയമിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരുമെന്നും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P. അക്ബർ അലി പറഞ്ഞു. ഈ നെല്ലായ പഞ്ചായത്ത് ഒരു 3 വില്ലേജ് ഉണ്ടാക്കാനുള്ള അത്ര വിസ്തൃതിയുള്ള ഒരു വില്ലേജാണ് നെല്ലായ വില്ലേജ്. ചെർപ്പളശ്ശേരി 2 വില്ലേജ് ഓഫീസിൻ്റെ വിസ്തൃതിയുള്ള ഒരു വില്ലേജ് ഓഫീസാണ് ചെർപ്പളശ്ശേരി. അപ്പോൾ ഇത്രയും ജനസാന്ദ്രത കൂടിയ ഈ ഒരു വില്ലേജിൽ ഒരു വില്ലേജ് ഓഫീസർ ഇല്ലെങ്കിൽ അവസ്ഥ ഈ ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് വരുത്തുന്നുണ്ട്. അപ്പം ഞങ്ങൾ അധികാരികളോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഈ ഒരു വില്ലേജ് ഓഫീസറെ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ 2-3 പ്രാവശ്യം ഞങ്ങൾ മേലധികാരികളോട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ അവരുടെയൊക്കെ ഒരു നിരുത്തരപരമായ ഒരു നിലപാടാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 15-20 ദിവസം വേണം ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ. ഒരു സാധാരണക്കാരായ ഒരു സ്കോളർഷിപ്പിൻ്റെയോ അതേപോലെ വരുമാന സർട്ടിഫിക്കറ്റ് എന്തിൻ്റെ ആവശ്യത്തിന് വന്നാലും ഇവിടെ ഒരു 15-20 ദിവസം വേണം ഒരു വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പൊസിഷൻ സർട്ടിഫിക്കറ്റ് ആയാലും അതേ ഭൂമി സംബന്ധമായ എന്തെങ്കിലും ഒരു രേഖക്ക് വരണമെങ്കിൽ. സാധാരണക്കാർ അന്നത്തെ കൂലി അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്നത് ഒഴിവാക്കിയിട്ടാണ് ഈ വില്ലേജ് ഓഫീസിൽ കയറുന്നത്. അപ്പോൾ അവർ വീണ്ടും ഈ വില്ലേജ് ഓഫീസിൻ്റെ പടി ചവിട്ടേണ്ടി വരികയാണ് ഒരു വില്ലേജ് ഓഫീസർ ഇല്ലാത്തത് കാരണം. അപ്പോൾ ഇതിനെതിരായിട്ട് ഞങ്ങളെ ചെർപ്പളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ പ്രതിഷേധം, ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ വില്ലേജ് ഓഫീസറെ ഇവിടെ നിയമിച്ചിട്ടില്ലെങ്കിൽ അത് ഞങ്ങൾ പാർട്ടിയുമായി ആലോചിച്ച് നല്ലൊരു പ്രക്ഷേപം ഇവിടെ നടത്തുമെന്ന് മാത്രമാണ് ഇതിന് പറയാനുള്ളത്. ചെർപ്പളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കൂത്തുത്സവത്തിന് 15-ന് ബുധനാഴ്ച കൊടിയേറും. മകരച്ചൊവ്വയും ക്ഷേത്രത്തിൽ വിപുലമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വൈകിട്ട് 3 ആനകളുടെ അകമ്പടിയിൽ പകൽപൂരമായി എഴുന്നള്ളിപ്പുമുണ്ടാകും. ചെർപ്പളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ഇത്തവണയും വിപുലമായി ആഘോഷിക്കും. രാവിലെ തന്ത്രി അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും.
വൈകിട്ട് 3 ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയിൽ നഗരപ്രദക്ഷിണമായി പകൽപൂരം അരങ്ങേറും. ശിങ്കാരിമേളം, തെയ്യം, തകിൽ നാദസ്വരം, പൂക്കാവടി തുടങ്ങിയവയും പകൽപൂരത്തിന് കാഴ്ചവിരുന്നാകും. തുടർന്ന് നിറമാലയും ചുറ്റുവിളക്കും, രാത്രി 7-ന് ഗാനമേളയും നടക്കും. ജനുവരി 15-ന് ബുധനാഴ്ച മകരം മുഴുവൻ നീണ്ടുനിൽക്കുന്ന കൂത്തുത്സവത്തിന് കൊടിയേറും. തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിൽ നടക്കും. ഫെബ്രുവരി 11-ന് പൂരവും 12-ന് കാളവേലയും 13-ന് താലപ്പൊലിയും ആഘോഷിക്കും. ഇത്തവണ പതിവിലും ഗംഭീരമായാണ് കാളവേലാഘോഷങ്ങൾ നടക്കുന്നതെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. എല്ലാ വർഷത്തെ പോലെയല്ല, കുറച്ചും കൂടി നന്നാക്കാൻ വേണ്ടി കമ്മിറ്റി അതിന്റെ പൂർണ്ണ പരിശ്രമത്തോടു കൂടി തന്നെ മകരസുബയാണെങ്കിലും ഒരു 5 റോഡ് ഷോയും 3 ആനകളുടെ അകമ്പടികളുടെ പഞ്ചവാദ്യത്തോടുകൂടി 6 പ്രോഗ്രാമുകളാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗാനമേള എല്ലാ വർഷവും ഒന്നേ പാടുന്നു എന്നൊരു നിമിത്തം വരികയും എന്നാൽ ഇപ്രാവശ്യം അത് അധികാരികളുടെ ഒരു സമ്മതത്തോടുകൂടി തന്നെ 2 ഗാനമേള മകരസുബയ്ക്ക് അടക്കം ഗാനമേള വെച്ച് പൊതുജനങ്ങളെ എത്രത്തോളം നമ്മൾ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കാൻ പറ്റുന്ന രീതിയിൽ അതിന്റെ പൊതു ചടങ്ങുകൾ അകത്തായാലും പുറത്തായാലും യാതൊരു കോട്ടവും തട്ടാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് കമ്മിറ്റിക്കാർക്കുള്ള അകമഴിഞ്ഞ ആഗ്രഹം. അതിന് പൊതുജനങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഞങ്ങളുടെ കമ്മിറ്റിക്ക് പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കണം. അതിന്റെ ചീഫ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന മഹാരാഷ്ട്ര മാഷാണെങ്കിലും ചീഫ് കൺവീനറായിട്ട് വർക്ക് ചെയ്യുന്ന അഡ്വക്കേറ്റ് ജെയിൻ സാറാണെങ്കിലും അതുപോലെ പഴയ കമ്മിറ്റി അംഗങ്ങൾ ഗണേശേട്ടനാണെങ്കിലും സെക്രട്ടറി മണികണ്ഠനാണെങ്കിലും സഹപ്രവർത്തകർ, ഈ കമ്മിറ്റിയിലുള്ള മുഴുവൻ സഹപ്രവർത്തകർ ഒത്തൊരുമയോടുകൂടി തന്നെയാണ് ഇതുവരേക്കും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ട് പോലും നമ്മൾ അവസാനിക്കുമ്പോഴും എല്ലാ ഒത്തൊരുമയോടുകൂടി തന്നെ തെരുവിലുള്ള എല്ലാ അംഗങ്ങളും നന്നായി പ്രവർത്തിച്ചിട്ട് നല്ല പരിപാടികൾ ഇവിടെ കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വർഷത്തെ പരിപാടികൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ കൂടാതെ കാളവേലയ്ക്കും പുതിയ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രത്യേക പതിപ്പ് അല്ലെങ്കിൽ ഒരു പുസ്തകം തന്നെ രൂപം കൊടുക്കാനും മറ്റും എല്ലാം ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വിപുലമായ രീതിയിലാണ് ഈ കമ്മിറ്റി ഈ ഉത്തരാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കാളവേലാഘോഷം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ചീഫ് കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ, ജനറൽ കൺവീനർ പി ജയൻ, പ്രസിഡന്റ് എൻ സുകുമാരൻ, സെക്രട്ടറി കെ മണികണ്ഠൻ, ഭാരവാഹികളായ അനിൽ, സുനിൽ, കൃഷ്ണദാസ്, അജിത് ശങ്കർ, ഗണേശൻ എന്നിവർ പങ്കെടുത്തു. അമ്പലപ്പാറ കടമ്പൂർ പനയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച അന്നദാന മണ്ഡപത്തിന്റെയും നടപ്പന്തലിന്റെയും ഉദ്ഘാടനം നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം നിർവഹിച്ചു. കടമ്പൂർ പനയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നിർമ്മാണം പൂർത്തീകരിച്ച അന്നദാന മണ്ഡപത്തിന്റെയും നടപ്പന്തലിന്റെയും ഉദ്ഘാടനമാണ് നടന്നത്. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള കഠിനാധ്വാനം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും വളർത്തുന്നുണ്ടാകും. ക്ഷേത്ര ജീവനക്കാർക്ക് അക്കാര്യത്തിൽ നല്ല റോളും. ജീവനക്കാരുടെ മനോഭാവം പ്രധാനമാണ് ഓരോ ക്ഷേത്രത്തിലേക്ക്. ഇതെന്തിനാണ് രാവിലെ ഈ വെളുപ്പാൻ കാലത്ത് ഇയാൾ ഇങ്ങോട്ട് തന്നെ വന്നത്, അപ്പുറത്തൊക്കെ വേറെ അമ്പലങ്ങളുണ്ടല്ലോ, എന്തിനാണ് ഇങ്ങോട്ട് തന്നെ വന്നത് എന്ന മനോഭാവത്തിലാണ് കൗണ്ടറിൽ ഇരിക്കുന്ന ആളുടെ പെരുമാറ്റം എന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നു. അവിടെ ദൂരെ പറമ്പിൽ നിന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകും അല്ലേ? മോശം പെരുമാറ്റാണ് അകത്തേക്ക്. ഇവിടെ അങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത്. ജീവനക്കാരുടെ മനോഭാവം, സമീപനം ക്ഷേത്രകാര്യങ്ങളിൽ പ്രധാനമാണ്. ആ മനോഭാവം ഏറ്റവും മികച്ച നിലയിലുള്ളതാക്കിയെടുക്കാൻ ജീവനക്കാർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ദേവസ്വം ബോർഡ് നൽകിയിരിക്കും. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ PP ഹരിദാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷൻ ചെയർമാൻ M ദണ്ഡപാണി മാസ്റ്റർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ P ജയപ്രകാശ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ M രവികുമാർ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, കടമ്പൂർ വാർഡ് മെമ്പർ A വിജിത, ക്ഷേത്രം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ K ശശികാന്ത്, അന്നദാന കമ്മിറ്റി സെക്രട്ടറി VK ഉണ്ണികൃഷ്ണൻ, ജനകീയ കമ്മിറ്റി സെക്രട്ടറി KP സ്വാമിനാഥൻ മാസ്റ്റർ, മാതൃസമിതി പ്രസിഡന്റ് N സത്യഭാമ, സ്റ്റാഫ് പ്രതിനിധി NK ഗോപാലകൃഷ്ണൻ, ട്രസ്റ്റി ബോർഡ് അംഗം P സുനിൽകുമാർ എന്നിവർ ചടങ്ങിന് ആശംസ അറിയിച്ച് സംസാരിച്ചു. ട്രസ്റ്റി ബോർഡ് അംഗം CP രാജകുമാരൻ നന്ദിയും അറിയിച്ചു. ജീവകാരുണ്യ പ്രവർത്തനം ഒരു ബിസിനസ് ആകുന്ന കാലത്താണ് ബിസിനസ്സിൽ നിന്നുണ്ടാക്കിയ പണം ആരും അറിയാതെ ജീവകാരുണ്യത്തിന് ഉപയോഗിക്കുന്ന CMN ട്രസ്റ്റ് ചെയർമാൻ
പമ്പാവാസൻ നായരെന്ന് മന്ത്രി എം പി രാജേഷ്. ചന്ദ്രമ്മ മാധവൻ നായർ ട്രസ്റ്റ് നിർധനരായവർക്ക് നിർമ്മിച്ചു നൽകുന്ന ആദ്യഘട്ട വീടുകളുടെ താക്കോൽ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 70 ലക്ഷം രൂപ പകുതി പൈസ മാത്രം ഈ ചികിത്സാ ചെലവിന് ആവശ്യമായിട്ടുള്ളത്, ബാക്കി പൈസ കൈവശപ്പെടുത്തി. അതാണ് കൊടുത്തത്, ബാക്കി കൈവശപ്പെടുത്തി. അതിനെതിരെ നാട്ടുകാർ പരാതിയിട്ട് വന്നു. അവസാനം ആ പരാതി പിന്നെ ഞാൻ തന്നെ തുറന്ന് അത് ഞാൻ അവരോടൊപ്പം തന്നെ പറയുന്നില്ല. ഈ കണ്ടവരെയൊക്കെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുവന്നാൽ ഉണ്ടാകാവുന്ന പ്രശ്നമാണ്. എനിക്ക് അന്നേ ഇയാൾ പ്രശ്നമാണെന്ന് തോന്നിയിരുന്നു. പക്ഷെ വിളിച്ചുകൊണ്ടുവന്ന് ഞാനല്ല, ഈ സംഘാടകർ വെച്ച് എത്തിയിരിക്കുകയാണ്. എന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ കിടന്ന പരിശ്രമം ഈ വിദ്വാൻ നടത്തി. ഈ മുഖലക്ഷണം കൊണ്ട് തന്നെ മനസ്സിലായത് അധികം നിന്നുകൊണ്ട് ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഒരു ബിസിനസ് ആവുന്ന കാലത്താണ് ബിസിനസ്സിൽ നിന്നുണ്ടാക്കിയ പണം ആരും അറിയാത്ത ജീവകാരുണ്യ പ്രവർത്തനത്തിന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടു തമ്മിലുള്ള വ്യത്യാസമാണ്. ഈസ്റ്റ് മനശ്ശേരി കൈലാസം ക്ലബ്ബ് ഹൗസിൽ നടന്ന ചടങ്ങിൽ നിർമ്മാണം പൂർത്തിയായ 8 വീടുകളുടെ താക്കോലാണ് മന്ത്രി എം പി രാജേഷ് കൈമാറിയത്. CMN ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസൻ നായർ അധ്യക്ഷനായി. കല്യാണം കഴിച്ചു, അച്ഛന്റെ സുഖങ്ങൾ തേടി പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ അച്ഛന് വയസ്സാവുമ്പോൾ ഞാൻ ബയോളജിക്കൽ ഫാദറാണ്, മകൻ വേണ്ടിയിട്ട് അച്ഛൻ നടക്കും. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ സമയാസമയം നിറവേറ്റുക. പിന്നെ ഈ ട്രസ്റ്റ് ഫോം ചെയ്യുന്നതിന്റെ വേറൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. വേറൊരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ പൈസ അടക്കുകയാണ്. പല കാര്യങ്ങളും നമുക്ക് ചെയ്യണോ, എടുത്ത് ചെലവാക്കണം പോക്കറ്റിൽ നിന്ന്. അപ്പൊ വേണം, അത് വേണം, ഇത് വേണം, വേണ്ട, അതിപ്പോ വേണ്ട എന്നൊരു തോന്നൽ മനുഷ്യ സഹജമായ എല്ലാ വീക്ക്നസും എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് നമ്മൾ ട്രെയിൻ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ നന്മയുടെ നേരെ കൂടുതൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. 2 വീടുകളുടെ താക്കോൽ വിതരണം ഫെബ്രുവരിയിലാണ് നടത്തുക. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി നിർമ്മിക്കുന്ന 50 വീടുകളിൽ 10 എണ്ണമാണ് പണികൾ പൂർത്തിയാക്കിയത്. പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിലാണ് 10 വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഫെബ്രുവരി മാസത്തിൽ അടുത്ത 10 വീടുകൾക്കുള്ള ഗുണഭോക്താക്കളെ പ്രഖ്യാപിക്കും. വ്യവസായിയായ മനശ്ശേരി സ്വദേശി പമ്പാവാസൻ നായർ രക്ഷിതാക്കളുടെ സ്മരണാർത്ഥം 11 വർഷം മുമ്പ് രൂപം കൊടുത്തതാണ് CMN ട്രസ്റ്റ്. 2024 ഓഗസ്റ്റ് മാസത്തിൽ ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസൻ നായരും മന്ത്രി എം പി രാജേഷും ചേർന്ന് തൃത്താലയിൽ വീടിന്റെ കുറ്റിയടിക്കൽ നടത്തിയിരുന്നു. 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ, രോഗികൾക്ക് ചികിത്സ, കുട്ടികൾക്ക് വിദ്യാഭ്യാസം, വിവാഹം, തൊഴിലവസരങ്ങൾ തുടങ്ങിയ സഹായങ്ങൾ ട്രസ്റ്റിന് കീഴിൽ ചെയ്തു വരുന്നുണ്ട്. പി മമ്മിക്കുട്ടി MLA, സിനിമാ സംവിധായകൻ ലാൽ ജോസ്, ട്രസ്റ്റ് അംഗം കലാദേവി പമ്പാവാസൻ, അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഗോപിനാഥ് വടക്കൂട്ട്, സന്തോഷ് കയറാട്ട്, VK അനീഷ്, ഇസ്ഹാഖ് ചേക്കു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ രാമൻചാടി അങ്കണവാടി മന്ത്രി GR അനിൽ നാടിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ അങ്കണവാടികളും സ്മാർട്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ രാമൻചാടി അങ്കണവാടി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ സ്കൂളുകൾ മാത്രമല്ല, അങ്കണവാടികളും പ്രീ പ്രൈമറി സ്കൂളുകളും വരെ സ്മാർട്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. ഒട്ടേറെ പരാധീനതകൾക്കിടയിൽ വിദ്യാഭ്യാസം നിർവഹിക്കേണ്ടി വന്ന മുൻ തലമുറകൾ പുതിയ ക്ലാസ് മുറികളിൽ ഒന്നിരിക്കാൻ ആഗ്രഹിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് സൗകര്യങ്ങൾ വളർന്നുവെന്നും മന്ത്രി പറഞ്ഞു. സാധാരണ കുടുംബങ്ങൾക്ക്, സാധാരണ വീടുകളിലെ കുഞ്ഞുങ്ങൾക്ക് അപ്രാപ്യമായിരുന്ന പലതും നേരിട്ട് കണ്ട് അവരെ മനസ്സ് നന്നായി മാനസികമായി സന്തോഷം പകരാൻ കഴിയുന്ന സാഹചര്യമാണ് ഒരുക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകളെല്ലാം ഒരു കാലത്ത് പഠിച്ച സ്കൂളിന്റെ ആ പശ്ചാത്തലത്തെക്കുറിച്ച് ഓർമ്മയിൽ വരുന്നതായിരിക്കും. പൊട്ടിയ സ്ലേറ്റുമായി അന്ന് പോയിരുന്ന രംഗങ്ങളൊക്കെ ഇന്നതാണോ? ഇന്ന് നമ്മുടെ പ്രീ പ്രൈമറി തലത്തിലുണ്ടാക്കിയ വലിയ മാറ്റം, അത് സമൂഹം ഏറ്റെടുത്ത മാറ്റം. നജീബ് കാന്തപുരം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ വ്യക്തികളും സംഘടനകളും അങ്കണവാടിക്ക് നൽകിയ ഉപകരണങ്ങൾ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P സുധീർ ബാബു ഏറ്റുവാങ്ങി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി TP സുനിൽ ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു.
അലനല്ലൂർ ടൗണിലെ പൊതുസ്ഥലങ്ങളിൽ ഇപ്പോഴും മാലിന്യം തള്ളൽ നടക്കുന്നു. തള്ളിയ മാലിന്യങ്ങൾ കത്തിക്കുന്നുമുണ്ട്. അയ്യപ്പൻകാവ് പരിസരം, ഹൈസ്കൂൾ റോഡ് എന്നീ ഭാഗങ്ങളിലാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത്. തള്ളിയ മാലിന്യങ്ങൾ കത്തിക്കാറുമുണ്ട്. ടൗൺ ശുചീകരണ പ്രവൃത്തികൾ ഒരു വശത്ത് നടക്കുമ്പോഴും മാലിന്യത്തിൽ നിന്നും കരകയറാൻ അലനല്ലൂർ ടൗണിന് കഴിയുന്നില്ല. ഒഴിഞ്ഞുകിടക്കുന്ന ഭാഗങ്ങൾ, മരച്ചോടുകൾ എന്നിവിടങ്ങളിലെല്ലാം എപ്പോഴും മാലിന്യമുണ്ട്. രാത്രിയുടെ മറവിലാണ് മാലിന്യം തള്ളൽ നടക്കുന്നത്. എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം AMLP സ്കൂൾ സഹപാഠിക്ക് നിർമ്മിച്ച 3 വീടുകളുടെ താക്കോൽദാനവും 12 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കുന്നതിനുള്ള സ്ഥലത്തിന്റെ പ്രമാണ കൈമാറ്റവും ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. 2 വീടുകൾ അണയംകോടും 1 വീട് ITC പടി മാടമ്പിയിലുമാണ്. 2 സഹോദരങ്ങൾ ഉൾപ്പെടെ വിദ്യാലയത്തിലെ 4 വിദ്യാർത്ഥികൾക്കായി 3 വീടുകളാണ് സ്കൂളിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചത്. അധ്യാപകർ, വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, സുമൻസുകൾ തുടങ്ങിയവരുടെ സാമ്പത്തിക സഹായത്തോടെയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 700 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള 3 വീടുകളുടെയും വൈദ്യുതീകരണവും ജലവിതരണ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആകെ തുകയായി 20 ലക്ഷം രൂപയാണ് ചെലവ് വന്നത്. വീടുകളുടെ താക്കോൽ ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി കുടുംബങ്ങൾക്ക് കൈമാറുമെന്ന് PTA പ്രസിഡന്റ് MP നൌഷാദ് അറിയിച്ചു. എല്ലാ പണിയും പൂർത്തീകരിച്ച് 3 കുടുംബങ്ങൾക്കായി താക്കോൽദാന ചടങ്ങ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ 12 കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മക്ക് സ്കൂൾ മാനേജർ അതിന്റെ പ്രമാണ കൈമാറ്റവും നടക്കുകയാണ്. 12 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനായി സ്കൂൾ മാനേജർ ഡോക്ടർ K. മഹ്ഫൂസ് റഹീം 50 സെന്റ് സ്ഥലം എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മയ്ക്ക് ചടങ്ങിൽ കൈമാറും. N. ഷംസുദ്ദീൻ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രീത, അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ, മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നാലകത്ത് സൂപ്പി, മുൻ MP രമ്യ ഹരിദാസ്, മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ KP സക്കീർ ഹുസൈൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കടമ്പഴിപ്പുറം ബ്ലോക്ക് കമ്മിറ്റി വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും ആദരിക്കൽ സദസ്സും നടത്തി. പാലക്കാട് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ KH മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മൂലം കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കടമ്പഴിപ്പുറം ബ്ലോക്ക് കമ്മിറ്റിക്ക് സ്വന്തം ആസ്ഥാന മന്ദിരം ആവുകയും അതോടൊപ്പം വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളിൽ അംഗങ്ങൾക്ക് സഹായം എത്തിക്കാനും സാധിച്ച സന്തോഷ വിവരം ബ്ലോക്ക് പ്രസിഡന്റ് വിശദീകരിച്ചു. അതിന് സഹായിച്ച ഏവരോടും പ്രത്യേക നന്ദിയും അറിയിച്ചു. ബ്ലോക്ക് കമ്മിറ്റി ഓഫീസ് സംവിധാനം വിപുലീകരിക്കുന്നതിന് 4-5 സെന്റ് സ്ഥലം വാങ്ങുവാൻ ഉദ്ദേശമുണ്ടെന്നും അതിന് ഏവരും സഹകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. വിമുക്ത ഭടന്മാരുടെ കാലശേഷം അവരുടെ ആശ്രിതർക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാൻ പെൻഷൻ ഡോക്യുമെന്റ്സിൽ ആശ്രിതരുടെ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും അതോടൊപ്പം ആധാറിലും ബാങ്ക് ജോയിന്റ് അക്കൗണ്ടിലും ഉള്ള പേരും ബന്ധപ്പെട്ട വിവരങ്ങളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും ഇല്ലെങ്കിൽ അതിനുവേണ്ട കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവയർനെസ് നൽകുന്നതിന് ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസർ KH മുഹമ്മദ് അസ്ലം, മുൻ വെൽഫെയർ ഓർഗനൈസർ രാമചന്ദ്രനും പ്രത്യേക സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് കമ്മിറ്റിയിലെ സീനിയർ അംഗങ്ങളെ ആദരിച്ചു. ബ്ലോക്കിലെ അംഗമായ വിമുക്ത ഭടൻ ശ്രീജിത്ത് മേനോൻ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ മേഖലയിലെ കുട്ടികൾക്ക് വിവിധ സേനാ വിഭാഗങ്ങളിലേക്ക് ചേരുന്നതിനുള്ള പരിശീലനം നൽകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി 100 പേരെ വിവിധ സേനാ വിഭാഗങ്ങളിലേക്ക് ജോലിയിൽ എത്തിക്കാൻ സഹായിച്ചതിൽ അദ്ദേഹത്തിന് സന്നദ്ധ സേവന മുദ്ര പുരസ്കാരം നൽകി. സീനിയർ അംഗമായ രാജഗോപാലൻ നായരുടെ മകൻ കമ്പ്യൂട്ടർ സയൻസിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ഡോക്ടർ ശ്രീജിത്ത് ആറിനെയും +2 പരീക്ഷയിൽ സമ്പൂർണ്ണ A+ ലഭിച്ച ഹോണററി ലഫ്റ്റനന്റ് വിവേകിന്റെ മകൾ വിസ്മയെ ബ്രൈറ്റ് സ്റ്റുഡൻസ് അവാർഡും ക്യാഷ് അവാർഡ് നൽകി ബ്ലോക്ക് കമ്മിറ്റി അനുമോദിച്ചു. സ്പർശ എന്നുള്ള ഒരു പ്രോഗ്രാം, ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇന്ത്യയിലെ ഡിഫൻസ് പെൻഷനേഴ്സ് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അവതരിപ്പിച്ചത്. സ്പർശിന്റെ ലക്ഷ്യം റൈറ്റ് പെൻഷൻ ടു ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം. ശരിയായ പെൻഷൻ ശരിയായ ആളുകൾക്ക്, ശരിയായ വ്യക്തിക്ക് ശരിയായ സമയത്ത് ലഭ്യമാക്കുക എന്നതാണ് സ്പർശിന്റെ സർക്കാർ മുൻപിൽ കണ്ട ഒരു കാതലായ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ 2019 മുതൽ
ജനങ്ങളെ, നമ്മുടെ ഇന്ത്യൻ ഡിഫൻസ് പെൻഷനേഴ്സിനെ ഘട്ടം ഘട്ടമായി സ്പർശിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ റൈറ്റ് പെൻഷൻ ടു ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം. അത് നമുക്കറിയാം, റൈറ്റ് പെൻഷൻ എന്താണ് ഒരാളുടെ ശരിയായ പെൻഷൻ. ബ്ലോക്ക് പ്രസിഡന്റ് വേണുഗോപാലൻ നായർ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ സെക്രട്ടറി VS കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വാർഷിക റിപ്പോർട്ട് സെക്രട്ടറി AK കുമാരനും വരവ് ചെലവ് കണക്ക് ട്രഷററും GC അംഗവുമായ ശ്രീനിവാസനും അവതരിപ്പിച്ചു. യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AK മൊയ്തുപ്പു, ബ്ലോക്ക് രക്ഷാധികാരി VT തങ്കമണി, സുജാത ദേവി, ജോയിന്റ് സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം TKD സ്മാരക പൊതുജന വായനശാല വനിതാവേദിയുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിര അരങ്ങേറി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജികയും തിരുവാതിര കളിയിൽ പങ്കാളിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മെഗാ തിരുവാതിര ഉദ്ഘാടനം ചെയ്തു. ഓണമായാലും വിഷുവായാലും വായനശാല അതൊന്നും വിട്ടുപോകാതെ ഓരോ ദിവസത്തെയും പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ നമ്മുടെ ഈ തിരുവാതിര, ഈ മെഗാ തിരുവാതിരയ്ക്ക് ശ്രീകൃഷ്ണപുരം TKD സ്മാരക പൊതുജന വായനശാല വനിതാവേദിയുടെ നേതൃത്വത്തിലാണ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി മൈതാനത്ത് മെഗാ തിരുവാതിര അരങ്ങേറിയത്. തിരുവാതിരക്കളിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക പങ്കാളിയായത് ഏറെ ശ്രദ്ധേയമായി. കളി പഠിച്ചിട്ടല്ല താൻ തിരുവാതിരക്കളിയിൽ അംഗമായതെന്നും കളിച്ചപ്പോൾ ഒരുപാട് മാനസികമായും ശാരീരികമായും സന്തോഷം തോന്നിയെന്നും രാജിക പറഞ്ഞു. നമ്മുടെ TKD വായനശാലയുടെ വനിതാ വേദിയുടെ നേതൃത്വത്തിലുള്ള മെഗാ തിരുവാതിര കളിയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായപ്പോൾ ഒരുപാട് സന്തോഷവും ഒരുപാട് ആനന്ദം അനുഭവപ്പെട്ടു തുടങ്ങി. കാരണം എല്ലാ പരിപാടികളും നമ്മളത് ചെയ്ത് ഉദ്ഘാടനം ചെയ്യാറുണ്ട്. ഇപ്പൊ കേരളോത്സവമാണെങ്കിൽ നീന്തൽ മത്സരം നീന്തി ഉദ്ഘാടനം ചെയ്യുന്നു. അതേപോലെ നമ്മള് ഡാൻസ് പഠിക്കാതെ തന്നെ കാരണം ഇങ്ങനെ ഒരു യൂണിഫോം ഇട്ടത് വന്നതുകൊണ്ട് ഓരോരുത്തർ കളിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഗ്രൗണ്ടിൽ കളിച്ചത്. അത്ര വലിയതൊന്നുമില്ല. ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഭയങ്കര സന്തോഷം തോന്നി. ഒരുപാട് സ്ത്രീകളുടെ ഒപ്പം സന്തോഷം പങ്കിടാനും ഒരു തിരുവാതിര ആഘോഷിക്കാനും ഇങ്ങനെ ഒരു അവസരം തന്നതിന് നമ്മുടെ TKD വായനശാലയ്ക്കും വനിതാ വേദിക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. C രാജിക മുഖ്യാതിഥിയായി. MM സാവിത്രി, സതി നമ്പീശൻ, KV രമ, K മാധവിക്കുട്ടി, C രാജിക, K വിദ്യാധരൻ, SP ധന്യ, ഇന്ദിര, K രാമൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. 200-ലധികം പേർ തിരുവാതിരക്കളിയിൽ പങ്കാളികളായി. മണ്ണാർക്കാട് MES കല്ലടി കോളേജിൽ 3 ദിവസമായി നടന്ന കേരള ഹിസ്റ്ററി കോൺഗ്രസിന്റെ 9ാമത് വാർഷിക രാജ്യാന്തര സമ്മേളനം സമാപിച്ചു. രാജ്യത്തിന്റെ അകത്തും പുറത്തുനിന്നുമുള്ള ചരിത്ര പണ്ഡിതന്മാർ പങ്കെടുത്തു. ഇന്ത്യയിൽ എല്ലാ വിഭാഗം മുസ്ലിങ്ങൾക്കും സംവരണം ലഭിക്കുന്നു എന്നത് മിഥ്യയാണെന്ന് സമാപന സമ്മേളനത്തിൽ പ്രസംഗിച്ച MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു. അതത് സംസ്ഥാനങ്ങളുടെ പിന്നോക്കക്ഷേമ കമ്മീഷനുകൾ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അർഹരായ പിന്നോക്ക മുസ്ലിങ്ങൾക്ക് മാത്രമാണ് നിലവിൽ സംവരണം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കൗൺസിൽ ഫോറം ഹിസ്റ്റോറിക്കൽ റിസർച്ച് എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ PP അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ അലി നദീം റിസവി, കേരള ഹിസ്റ്ററി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ T മുഹമ്മദ് അലി, MES സംസ്ഥാന സെക്രട്ടറി A ജബ്ബാർ അലി, കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ G സുനിൽകുമാർ, കല്ലടി കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ KCK സെയ്ദ് അലി, പ്രിൻസിപ്പാൾ ഡോക്ടർ C രാജേഷ്, ഹിസ്റ്ററി കോൺഗ്രസ് ലോക്കൽ സെക്രട്ടറി പ്രൊഫസർ PM സലാഹുദ്ദീൻ, ഡോക്ടർ T സൈനുൽ ആബിദ് എന്നിവർ പ്രസംഗിച്ചു. പാലക്കാട് ചരിത്രവും സംസ്കാരവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ മുൻ MLA VT ബൽറാം പ്രസംഗിച്ചു. പ്രൊഫസർ കേശവൻ വെളുത്താട്ട്, ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്, പ്രൊഫസർ മോഹനൻ ഗോപാൽ തുടങ്ങിയവർ 3 ദിവസങ്ങളായി വൈജ്ഞാനിക പ്രഭാഷണം നടത്തി. സമ്മേളനത്തോടനുബന്ധിച്ച് ഹിസ്റ്ററി വിഭാഗം, ചരിത്ര വിഭാഗം, ഹെറിറ്റേജ് മ്യൂസിയം ഉൾപ്പെടെയുള്ള എക്സിബിഷനുകൾ സംഘടിപ്പിച്ചു.
ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് EMS ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലയ്ക്ക് അവധിയുള്ള ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ അവധി ദിവസം പരിപാടി സംഘടിപ്പിക്കുന്ന പരിമിതി കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് നിർബന്ധമായി നടത്തേണ്ട ഒരു പരിപാടിയല്ല പാലിയേറ്റീവ് ഉത്സവം. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് വളരെ നല്ല നിലയിൽ മുൻകൈയെടുത്ത് സംഘടിപ്പിക്കുന്ന ഒരു സ്വതന്ത്ര പരിപാടി കൂടിയാണ് ഈ പാലിയേറ്റീവ് സംഗമം എന്ന് നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിരാജിക, കടമ്പഴിപ്പുറം പ്രസിഡന്റ് പി ശാസ്തകുമാർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M സൈദാലി കാരകുർശി, വൈസ് പ്രസിഡന്റ് അബ്ദുൽ നാസർ, M സുകുമാരൻ, VK രാധിക, P സുബ്രഹ്മണ്യൻ, K ജയദേവൻ, ഡോക്ടർ അബ്ബാസ് എന്നിവർ സംസാരിച്ചു. പ്രശസ്ത പ്രചോദക പ്രഭാഷകൻ ഗണേഷ് കൈലാസ് മുഖ്യാതിഥിയായി. ഈ ലോക ഭിന്നശേഷിയോടനുബന്ധിച്ചുള്ള ഈ വേളയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഭിന്നശേഷി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വൈകല്യങ്ങളും ആയിക്കോട്ടെ, അത് ഒരു കുറവല്ല, മറിച്ച് അത് ദൈവം തന്ന വലിയൊരു അവസരമാണ്. എന്തിന്? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു അനുഭവ സമ്പത്ത് ഉണ്ടാവും. ഉണ്ണി ഗ്രാമകലയും സംഘവും അവതരിപ്പിച്ച ഗാനമേള പരിപാടിക്ക് മാറ്റേകി. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് നഴ്സുമാരെയും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫിസിയോതെറാപ്പിസ്റ്റ് തുടങ്ങിയവരെയും അനുമോദിച്ചു. ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നാഷണൽ സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി കടമ്പഴിപ്പുറം യൂണിറ്റിന്റെ 32ാം വാർഷികവും കുടുംബസംഗമവും കടമ്പഴിപ്പുറം ഹൈസ്കൂളിൽ വെച്ച് നടത്തി. ഒറ്റപ്പാലം ക്യാന്റീൻ ഓഫീസർ റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ പത്മജൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സന്തോഷ് AK അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മോഹൻ S, നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ KA മുഖ്യപ്രഭാഷണം നടത്തി. ഒരു ബിൽഡിംഗ് നമ്മൾ ഫിനിഷിംഗിലേക്ക് നിൽക്കുകയാണ്. 2ാമത്തെ നിലയുടെ കോൺക്രീറ്റ് ആണ് 2-3 ദിവസത്തിനകം അത് നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഫിനിഷിംഗ് വർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇക്കൂട്ടത്തിൽ ഞാൻ ഈ സമയത്ത് ചെറിയൊരു ആവശ്യം കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. കാരണം ഇത് ഫിനിഷിംഗിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചും കൂടിയൊക്കെ സാമ്പത്തിക ഷോർട്ടേജ് നമുക്കുണ്ട്. അപ്പോൾ ഇത് തരാൻ കഴിവുള്ളവരും തന്നതിൽ സ്വയം കുറച്ച് കാണിച്ചവരും അല്ലെങ്കിൽ കൂടുതൽ തരാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഉചിതമായ സമയം ഇതാണ്. കാരണം നമുക്കത് ഫിനിഷ് ചെയ്യണം. കാരണം കുറച്ച് കാലങ്ങളായിട്ട് നീണ്ടുനിന്ന് അത് പോവുകയാണ്. റിട്ടയർഡ് ജില്ലാ സൈനിക ബോർഡ് ഓഫീസർ രാമചന്ദ്രൻ U വിമുക്ത ഭടന്മാർക്കുള്ള പെൻഷൻ, ഡോക്യുമെന്റേഷൻ എന്നിവയെക്കുറിച്ച് ക്ലാസ് എടുത്തു. യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ചന്ദ്രമോഹൻ, ഹൈസ്കൂൾ HM P കൃഷ്ണകുമാർ, പത്മിനി ഉണ്ണികൃഷ്ണൻ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി മണികണ്ഠൻ G നായർ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ജയശങ്കർ ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ രാജേഷ് പാൽശ്ശേരി 2024 വർഷത്തെ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചു. തുടർന്ന് യൂണിറ്റ് അംഗങ്ങളുടെയും മക്കളുടെയും യൂണിറ്റ് വെറ്ററൻസിന്റെയും കലാപരിപാടികളും ഉണ്ടായി. അക്കാദമി കലാസാഹിത്യ രംഗങ്ങളിൽ ഉന്നത നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കൽ കടമ്പഴിപ്പുറം യൂണിറ്റ് രക്ഷാധികാരി ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് നേരെ പെട്രോൾ ബോംബെറിഞ്ഞ സംഭവം, പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരം. പ്രതി നീരജിനായുള്ള അന്വേഷണം ആരംഭിച്ചതായി ഒറ്റപ്പാലം പോലീസ്. മണ്ണാർക്കാട് മൈലാമ്പാടത്ത് വീടിന് തീപിടിച്ചു. അഗ്നിരക്ഷാസേനയുടെ ഇടപെടലിലൂടെ ഒഴിവായത് വൻ ദുരന്തം. തീപിടുത്തത്തിൽ വീട്ടുപകരണങ്ങളും വീടിന്റെ മേൽക്കൂരയും കത്തി നശിച്ചു. കുമ്പളം പുഴയിൽ ഐസക്കിന്റെ വീടാണ് തീപിടിച്ചത്. മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകളായി മാറ്റുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പരിശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി. രാജ്യറാണി എക്സ്പ്രസ് ട്രെയിനിൽ കോച്ചുകൾ കൂട്ടിയും കുറച്ചും റെയിൽവേ. 2 സ്ലീപ്പർ കോച്ചുകൾ കുറച്ചപ്പോൾ 2 ജനറൽ കോച്ചുകൾ കൂട്ടി.
14 കോച്ചുകൾ മാത്രമുള്ള രാജ്യറാണിയിൽ കോച്ചുകൾ വർദ്ധിപ്പിച്ചില്ല. ചെർപ്പളശ്ശേരി ഹൈസ്കൂൾ റോഡിൽ ഗതാഗത നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക്. കേരള സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ ചെർപ്പളശ്ശേരി പോലീസിലും ഒറ്റപ്പാലം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലും പരാതി നൽകി. മണാർക്കാട് കുമരംപുത്തൂർ പഞ്ചായത്തിൽ കന്നുകാലികൾ കുമിൾ രോഗഭീഷണിയിൽ. രോഗവിവരം അറിയിച്ചിട്ടും അധികൃതർ എത്തിയില്ലെന്ന് കർഷകൻ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.